ഇറങ്ങി നടക്കുന്ന ഇങ്ങേരെ എന്നെ പറ്റിച്ച്. ഇങ്ങേര് ഈ ചതിയുടെ പുറകിലുണ്ട്. എന്റെ പുറകിൽ ഇയാളുടെ പുറകിൽ ആരോ ഒരു ആളുകൂടെ ഉണ്ട് ഈ രീതിയിൽ വന്ന് എന്നെയും ചതിച്ചത്. പക്ഷേ ഇനി ആരെയും ചതിക്കാൻ പറ്റില്ല. പക്ഷേ ഇടയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലായിരുന്നെന്ന്. അല്ലെങ്കിൽ അങ്ങനെ അത്രയും മുതലുള്ള ഒരാൾ ഒരിക്കലും എൻ്റെ നിരപരാധിയായ എൻ്റെ ആളിൻ്റെ മുതൽ വാങ്ങിക്കൊണ്ട് പോകത്തില്ലല്ലോ. മക്കൾ കല്യാണം കഴിച്ച് പോയതോടെ താത്തയ്ക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു. മാട്രിമോണിയൽ കോളത്തിലെ ചുള്ളൻ പയ്യൻ ഒരു പ്രപ്പോസൽ അയച്ചിരിക്കുന്നു. താത്തയും യെസ് മൂളി. പിന്നെ അയാളുടെ മോഹന വാഗ്ദാനങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. രാജകുമാരിയെപ്പോലെ ഞാൻ നോക്കാം, ഗൾഫിലേക്ക് നമുക്ക് പറക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം താത്ത വീണുപോയി. ഹലോ, വലൈക്കും സലാം. എന്താ വിശേഷം? നോമ്പ് തുറന്നു, പള്ളിയിലായിരുന്നു. ഞാൻ റൂമിലേക്ക് പോവാ. അതെ, 3-ാം തീയതി അല്ലേ മോള് പോണേ? അപ്പോൾ നീ ഇപ്പം അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? പിന്നെ മോള് പോയിട്ടല്ലേ നമ്മൾ പോകുള്ളൂ. നമ്മൾ 27-ാം രാവിൻ്റെ ഇതിനെ പോകുള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ട് തെറ്റുകളുണ്ടെന്ന്. ഞാൻ വരാം, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒരിക്കലും വിട്ടു പോകൂല. ഈ ടെൻഷൻ്റെ ഇടയിൽ പനിയോടി വന്നപ്പോൾ ആകെ ആവശ്യതയായി. താത്തയെ ആ കല്യാണ വീരൻ നിക്കാഹ് കഴിച്ചു. പിറ്റേ ദിവസം തന്നെ താത്തയുടെ പൊന്നും പണവും ഒക്കെ അടിച്ചെടുത്തുകൊണ്ട് കല്യാണ ചെറുക്കൻ നാട് വിട്ടു. താത്ത പെരുവഴിയിലുമായി. ഇപ്പോൾ തൻ്റെ പഴയ പിള്ളയെ തിരക്കി താത്തയുടെ നടപ്പ് ഇങ്ങനെയാണ്. ഇയാളിനെ അറിയുക? ഇയാളിനെ അറിയുക? എനിക്ക് പരിചയമില്ല. ഇല്ല, എനിക്ക് പരിചയമില്ല. എന്താ ഇയാളിനെ അറിയുവോ? ഇല്ല, അറിയത്തില്ല. ആരാ ഇത്? ഇത് എന്നെ ഒന്ന് പറ്റിച്ചിട്ട് പോയ ആളാണ്. കയറി ഇറങ്ങി നടക്കുന്ന ഇങ്ങേരെ എന്നെ പറ്റിച്ച്. ഇങ്ങേര് ഞങ്ങൾ മാട്രിമോണി വഴി പരിചയപ്പെട്ടായിരുന്നു. പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ച് നാളൊക്കെ വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒരു അന്തിമ ഘട്ടമായി. ഘട്ടമായപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. നേരിട്ട് കണ്ടിട്ടുണ്ട്, വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നിക്കാഹ് ചെയ്തോന്ന് അങ്ങേര് പറയുന്നു. സ്വർണം പണവും വാങ്ങിയിട്ട് പിറ്റേ ആഴ്ച വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കടമുണ്ട്, പെട്ടെന്ന് തീർന്നിട്ട് ഒരു 30 ലക്ഷം രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ അവധിക്ക് കിട്ടിയാണ് വാങ്ങിയത്. പിന്നീട് അങ്ങേര് വിളിച്ചായിട്ട് ഫോൺ എടുക്കത്തതുമില്ല, വരുത്തതുമില്ല. ഈ തുടക്ക സമയത്ത് ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ് സംസാരിച്ചത്. ഭയങ്കര സ്നേഹത്തിലൊക്കെയായിരുന്നു സംസാരിച്ചത്. പറഞ്ഞോ? ഭയങ്കര വിശ്വാസമായിരുന്നു. ഭയങ്കര നല്ല ഇസ്ലാമികപരമായിട്ടുള്ള പെരുമാറ്റമൊക്കെ ആയിരുന്നു. ഭയങ്കര വിശ്വാസിയായിരുന്നു. അങ്ങനെയുള്ള ആ വിശ്വാസമാണ് എന്നെ ഈ കുഴി ചാടിച്ചതല്ലേ? സ്നേഹത്തിലേക്കാണ് മോളെ ചക്കര വിളിച്ചായിരുന്നു തുടക്കത്തില്? ഇല്ല, ചക്കര അങ്ങനെയുള്ള ഒരു വിളിയൊന്നുമില്ല. പിന്നെ നല്ല രീതിയിലൊക്കെ സംസാരവും പെരുമാറ്റവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാനങ്ങ് വിശ്വസിച്ചു പോയി. വിശ്വസിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും സംസാരമായിരുന്നു. അപ്പൊ ഈ ഫോട്ടോ നടക്കും ആർക്കും തിരിച്ചറിയാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയില്ല. ഞാൻ ശ്രമിക്കുക. എവിടുത്തേന്ന് അറിയാമോ? എറണാകുളത്ത് പാലാരിവട്ടത്തുള്ളേ. സ്വന്തം സ്ഥലം ഇവിടെ തന്നെയാണോ? അതാന്നാ പറഞ്ഞത്. പറച്ചില്ലല്ലോ, തെളിവില്ലല്ലോ. തെളിവ് നമ്മൾ പോയി കണ്ടില്ല. നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പലവട്ടം പറഞ്ഞിട്ട് കൊണ്ടുപോയില്ല. ഇയാളുടെ വീട്ടുകാരെല്ലാം പരിചയമുണ്ടോ? ഇങ്ങനെ വീട്ടുകാരെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. ഉമ്മയില്ല, പാപ്പയില്ല, ഭാര്യയില്ല, മക്കളില്ല എന്നാ പറഞ്ഞത്. പിന്നെ 2 സഹോദരങ്ങളുള്ള ഒരു ചേട്ടനും ഉണ്ട്, ഒരു പെങ്ങളും ഉണ്ട്. അവർ 2 സ്ഥലത്തില്ല. പിന്നെ ഇങ്ങടെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞു. കൂടെ ബിസിനസ്സില്ല. അങ്ങേര് ഈ ചതിയുടെ പുറകിലുണ്ട്. ഇതിന്റെ പുറകിൽ ഇയാളുടെ പുറകിൽ ആരോ ഒരു ആളുകൂടെ ഉണ്ട്. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഏതെങ്കിലും ചാനൽ വഴി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ കണ്ടെത്തുക, അവരുടെ കയ്യിൽ നിന്ന് പൊന്നും പണവും വാങ്ങിച്ചുകൊണ്ട് മുങ്ങുക. ഇതാണ് ഇയാളുടെ സ്വഭാവം. അത് പിന്നീടാ മനസ്സിലായത്. അപ്പം ഇങ്ങനെ എനിക്കൊരു ചതി വന്നെങ്കിൽ ഇനി ആർക്കും ഈ ഒരു ചതി വരരുത്. ഇങ്ങനെ ഒരുപാട് പേരെ പറ്റിച്ച് കാണും. അപ്പൊ പറ്റിച്ചിട്ടുണ്ടായത് കൊണ്ടായിരിക്കും ഇത്രയും ഈ രീതിയിൽ വന്ന് എന്നെയും ചതിച്ചത്. പക്ഷേ ഇനി ആരെയും ചതിക്കാൻ പറ്റരുത്, ചതിക്കരുത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുസ്ലിം നിയമം അനുസരിച്ച് അയാൾ മൊഴി ചൊല്ലിയാൽ വേറെ കല്യാണം കഴിക്കാൻ പറ്റും. ചേച്ചി പെട്ടിരിക്കുന്നത് എന്തുവാ? അയാൾ മൊഴി ചൊല്ലണ്ടായി. അയാളെ കണ്ടെത്തണം, മൊഴി ചെല്ലണം. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പൊന്നും പണവും തിരികെ തരണം. ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി കൊടുത്തതാണ്. അയാളുടെ അന്നത്തെ സഹതാപം ഓർത്ത് കൊടുത്തു. ഒരാഴ്ചത്തേക്കാ ഇയാളെ ഇരട്ടി തരാ എന്ന് പറഞ്ഞ മറ്റൊരാളുടെ കയ്യിൽ നിന്ന്. എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ചത്തെ അവധിയാണ്. അപ്പോൾ അത്രയും അയാള് വിശ്വാസം പിടിച്ചു പറ്റിയത് കൊണ്ടാണ് കൊടുത്തത്. എന്നെ ഇത്രമാത്രം ചതിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഈ
പൊന്നും പണവും ഇനി കടം വാങ്ങി കൊടുത്ത ആളിന് കൊടുക്കാൻ. ഇനി ഒരാളെ കല്യാണം ആലോചനയോട് വരും, ഇയാൾ മൊഴി ചൊല്ലുമ്പോൾ ഇനിയിപ്പോൾ അയാളെ എല്ലാം പഠിച്ചിട്ട് കല്യാണം കഴിക്കത്തുള്ളൂ. ഇനി അതേ പറ്റത്തുള്ളൂ. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമേ വേണ്ട. കാരണം എനിക്ക് ഇയാളെ നഷ്ടപ്പെട്ട സാധനം തിരികെ തന്നാൽ മതി. ഇയാൾ തിരിച്ചു വന്നാൽ സ്വീകരിക്കുമോ? സ്വീകരിക്കത്തില്ല. എനിക്കിത് നഷ്ടപ്പെട്ട സാധനം തിരികെ തരണം. ഇത്രയും വഞ്ചകനാണെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ട സാധനം തിരികെ തരണം. പിന്നീട് ആലോചിച്ചപ്പോഴാണ് ഇതെല്ലാം വഞ്ചനയാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഒരിക്കലും ഈ ചതി വേറെ ആർക്കും ഇനി വരാതിരിക്കട്ടെ. ഞാനിത് ആരെയും മുന്നിൽ വെളിപ്പെടുത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും വീണ്ടും ഇതേപോലുള്ള ചതി പല പെൺപിള്ളേർക്കും ഉണ്ടാവും. അതുകൊണ്ട് ഇനി ആർക്കും ഇത് വരരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ആദ്യം അങ്ങനെയൊക്കെയാ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് സ്വത്തുണ്ട്, കോടിക്കണക്കിന് മുതലുണ്ടെന്ന് പറഞ്ഞു. 2 കോടി രൂപയുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ആദ്യം കടവാണെന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ എനിക്ക് കടവില്ല. പിന്നെ എനിക്ക് 2 കോടി രൂപയുടെ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കുടുംബസ്വത്ത് വേറെയുണ്ട്. പിന്നെ 30 ലക്ഷം ബാങ്കിലുണ്ട്. പിന്നെ വേറെ ഇവിടെ വയനാട്ടിൽ വസ്തുവുണ്ട്. അങ്ങനെയൊക്കെയാ പറഞ്ഞത്. പക്ഷേ ഇടയിലൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ലായിരുന്നെന്ന്. അല്ലെങ്കിൽ അങ്ങനെ അത്രയും മുതലുള്ള ഒരാൾ ഒരിക്കലും എൻ്റെ നിരപരാധിയായ എൻ്റെ ആളിൻ്റെ മുതൽ വാങ്ങിക്കൊണ്ട് പോകത്തില്ലല്ലോ. പിന്നെ ഞാൻ 6 മാസം സമയം കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മുതൽ എങ്ങനെയെങ്കിലും തന്നാൽ മതി. ഞാനൊരു ആരുടെ മുന്നിൽ പോകുന്നില്ല, പോലീസ് സ്റ്റേഷനൊന്നും കയറി ഇറങ്ങുന്നില്ല. നഷ്ടപ്പെട്ടതിന് തിരിച്ച് തന്നാൽ മതിയെന്ന് പല സന്ദർഭവും കൊടുത്ത്. ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയം വയ്ക്കുക മറ്റേതെങ്കിലും രീതി ചെയ്തയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു അവസരം കൊടുത്തു 6 മാസത്തേക്ക്. 6 മാസമായിട്ടും അയാൾ തിരിച്ചൊരു മറുപടി പറയുകയോ വിളിച്ചാൽ ഫോൺ അടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല.